സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പേര് ചേർത്തിട്ടുള്ള മുഴുവൻ സ്ത്രീകളുടെയും വ്യക്തിഗത വിവരങ്ങൾ സർക്കാർ ചോർത്തിയെടുക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെ കാര്യം മാത്രമല്ല, ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ വ്യക്തിഗത വിവരങ്ങൾ ഇതുവഴി സർക്കാരിൻ്റെ കൈകളിൽ, മുഖ്യമന്ത്രിയുടെ കൈകളിൽ എത്തിച്ചേരുകയാണ്. ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ കയ്യിൽ എത്തിച്ചേരുക എന്നതിൻ്റെ അർത്ഥം CPMൻ്റെ കൈകളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഗവൺമെൻറ്റും പാർട്ടിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. ഈ പദ്ധതിയിൽ, സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ 35 വയസ്സ് കഴിഞ്ഞ മുഴുവൻ സ്ത്രീകളും, ലക്ഷക്കണക്കിന് സ്ത്രീകൾ അതിലുണ്ട്. അവരുടെ വ്യക്തിഗത വിവരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന IT സെക്രട്ടറി കൂടിയായ OSD ശ്രീ സാംബശിവറാവു ചോർത്തിയെടുത്തത്. ഇതിൻ്റെ തെളിവായി ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന OSD 7/2/2026 പുറപ്പെടുവിച്ച ഒരു കത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. 070226 OSD/01 എന്ന നമ്പറിൽ അദ്ദേഹം എഴുതിയ മറ്റൊരു കത്ത് ഞാൻ ഇന്ന് പുറത്തുവിടുകയാണ്. ഇതോടുകൂടി കേരളത്തിലെ സാധാരണ പാവപ്പെട്ട സ്ത്രീകൾ അടക്കമുള്ളവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി യാതൊരു മുൻകരുതലുമില്ലാതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യാതൊരു മുൻകരുതലുകളുമില്ലാതെ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന നഗ്നമായ ഡേറ്റ ലംഘനം, ഡേറ്റ മോഷണം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ ഈ കത്ത് ഇവിടെ പുറത്തുവിടുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു സ്വകാര്യ ഏജൻസി, കാരണം ഇത്രയും വലിയ ബൾക്ക് മെസ്സേജ് അയക്കാൻ ഗവൺമെൻറ്റിനോ IT ഡിപ്പാർട്ട്മെൻറ്റിനോ ഇന്ന് കഴിയില്ല. ഇത് മെറ്റയ്ക്ക് കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ ഏജൻസി ആകണം എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ആ സ്വകാര്യ, ബോംബെ കേന്ദ്രമായിട്ടുള്ള ഒരു സ്വകാര്യ ഏജൻസിയെ ഇത് ഏൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത്. 8 ലക്ഷത്തോളം സംസ്ഥാന ജീവനക്കാർ, 72 ലക്ഷം ക്ഷേമ പെൻഷൻകാർ, 3 ലക്ഷം ചെറുകിട സംരംഭകർ, സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പേര് ചേർത്തവർ തുടങ്ങി 1 കോടിയിലധികം ആളുകളുടെ വ്യക്തിഗത വിവരങ്ങളാണ് ഇവർ ചോർത്തിയെടുത്തിട്ടുള്ളത്. വ്യക്തിയുടെ ഫോൺ നമ്പർ, പേര്, പ്രായം, ലിംഗം, ജില്ല, താലൂക്ക്, വാർഡ് എന്നിവ അടങ്ങുന്ന എല്ലാ വിവരങ്ങളും ലക്ഷക്കണക്കിന് രൂപയുടെ വാണിജ്യ മൂല്യമുള്ള ഗവൺമെൻറ് വേരിഫൈഡ് വ്യക്തിഗത വിവരങ്ങൾ സ്വകാര്യ കമ്പനിക്ക് കൈമാറാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചെയ്തത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരധികാരവുമില്ല. ഇത് വാസ്തവത്തിൽ അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാനുള്ള അവകാശമില്ലാത്ത കാര്യമാണ്. ഇതേ സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം കൂടി അനിവാര്യമാണ്. ഈ വ്യക്തിഗത വിവരങ്ങൾ പുറത്തു പോകുമ്പോൾ സൈബർ തട്ടിപ്പുകൾ അടക്കമുള്ള വൻ കുറ്റങ്ങൾ അരങ്ങേറാനുള്ള അവസരം സർക്കാർ തന്നെ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു പ്രശ്നം.